മോഹൻലാലിനെ നായകനാക്കി 2009 ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രമാണ് ഭ്രമരം. 2009 ജൂണിൽ റിലീസ് ചെയ്ത ഭ്രമരം ബോക്സ് ഓഫീസിൽ വിജയിക്കുകയും ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നാവുകയും ചെയ്തു. മോഹൻലാലിനൊപ്പം ഭൂമിക ചൗള, ലക്ഷ്മി ഗോപാലസ്വാമി, സുരേഷ് മേനോൻ, മുരളി ഗോപി എന്നിവരും പ്രധാന വേഷത്തിൽ അഭിനയിച്ച ചിത്രം കൂടിയാണ് ഭ്രമരം. മോഹൻ സിത്താര സംഗീത സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം അജയൻ വിൻസെന്റ് ആണ് നിർവഹിച്ചിരിക്കുന്നത്. യവാൻ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ രാജു മല്ലിത്തും AR സുൽഫിക്കറും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നിരവധി പുരസ്കാരങ്ങൾ അക്കാലത്ത് ഈ ചിത്രം സ്വന്തമാക്കി. തന്റെ ജീവിതം നശിപ്പിച്ച് സുഖജീവിതം നയിക്കുന്ന അലക്സിനെയും ഉണ്ണിയെയും വർഷങ്ങൾക്ക് ശേഷം അവരുടെ താമസ സ്ഥലത്തെത്തി അവരുടെ ബാല്യകാല സുഹൃത്ത് ജോസ് എന്ന് പരിചയപ്പെടുത്തി അവരെ സ്വന്തം സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവന്ന് പ്രതികാരം ചെയ്യാൻ നടക്കുന്ന നിഗൂഢതകളും ഗൂഢലക്ഷ്യങ്ങളുമുള്ള ശിവൻകുട്ടി എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മോഹൻലാൽ എന്ന നടന് തന്റെ അഭിനയ ജീവിതത്തിൽ വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകനാണ് ബ്ലസ്സി. ബ്ലസ്സിയുടെ തന്നെ തന്മാത്ര, പ്രണയം എന്നീ ചിത്രങ്ങൾ അതിൽ ഉള്ളവയാണ്. അതിനാൽ തന്നെ തന്റെ ഈ കഥാപാത്രത്തെ മോഹൻലാൽ എന്ന നടനെ കണ്ടുകൊണ്ട് തന്നെയാണ് ബ്ലസ്സി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും. തന്റെ ഒരു അഭിമുഖത്തിൽ ബ്ലസ്സി തന്നെ അക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ ഭ്രമരം വേണ്ടെന്ന് വെച്ചാൽ ആ സിനിമ തന്നെ ഉപേക്ഷിക്കാനായിരുന്നു തന്റെ തീരുമാനം. കാരണം എന്തെന്നാൽ മോഹൻലാൽ അല്ലാതെ ആ റോൾ ചെയ്യാൻ മറ്റൊരു നടൻ മലയാളത്തിൽ ജീവിച്ചിരിപ്പില്ല എന്ന് ബ്ലസ്സി പറയുന്നു.